പോകുന്നത് റെസിസ്റ്റീവ് ഡ്രിഫ്റ്റിനെ കുറിച്ചാണ്. റെസിസ്റ്റീവ് ഡ്രിഫ്റ്റ്. ഓക്കെ, യൂണിവേഴ്സൽ ഇൻസ്റ്റെബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനൊരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റീവ് ഡ്രിഫ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫ്ലൂട്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫ്ലൂട്ട്. അതിൻ്റെ ഒരു ഡയഗ്രം നമ്മൾ വരക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഫ്ലൂട്ട് വരുന്നത്. സെൻറ്ററിൽ ഒരു ഇത് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് പാത്തായിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് വരും, ഒരു കർവ്ഡ് പാത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് വരാം. ഈ രീതിയിലേക്ക് നമുക്ക് ക്രോസ് സെക്ഷൻ കിട്ടാം. അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, എ എന്ന് പറയുന്ന പോയിൻറ്റും ബി എന്ന് പറയുന്ന പോയിൻറ്റും. ഈ 2 റീജിയനും തമ്മിൽ നമ്മളൊരു പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ഡെൻസിറ്റി കൂടിയൊരു മീഡിയമാണ്, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ കൂടുതലായിരിക്കും. ഇത് ലെസ് ഡെൻസ് ആയിട്ടുള്ളൊരു മീഡിയമാണ്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, പാർട്ടിക്കിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് വരുന്നുണ്ട്. ഈ ഡയറക്ഷനിലുള്ള ചേഞ്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ n0 എന്ന് പറയുന്നത് മൈനസ് ഡയറക്ഷനിലായിരിക്കും, മൈനസ് എക്സ് ഡയറക്ഷനിലായിരിക്കും ആ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഡെൻസിറ്റി വളരെ കൂടുതലുള്ളൊരു മീഡിയമാണ്. സോ അതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഡെൻസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഫ്ലക്സ് φ1 എന്ന് പറയുന്നത് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. ബൈ ബോൾട്സ്മാൻ ഇക്വേഷൻ n1 ഡിവൈഡ് ബൈ n0 ഈക്വൽ ടു E φ1 ഡിവൈഡ് ബൈ kb ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ φ1 പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കിടക്കും. സോ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ n1 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ φ1 എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് എ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഫ്രം എ ടു ബി, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം എ ടു ബി. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അലോങ് ദ സെഡ് ഡയറക്ഷനാണ്. അതായത് ഇത് എക്സ് ഡയറക്ഷനാക്കി നമ്മൾ കൺസിഡർ ചെയ്യുക, ഇത് വൈ ഡയറക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഫ്രം ദ സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇവിടുത്തെ പാർട്ടിക്കിളിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു E1 ക്രോസ് B0 ഡിവൈഡഡ് ബൈ B0. അതായത് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് മൈനസ് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് E1 ക്രോസ് B0 ഡിവൈഡ് ബൈ B0 സ്ക്വയർ. E1 എന്ന് പറയുന്നത് മൈനസ് വൈ ഡയറക്ഷനിലാണ്, B0 എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷനാണ്. സോ മൈനസ് എക്സ് ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുന്നത്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക, മൈനസ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ വേണ്ടി, മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി VIX ഈക്വൽ ടു, അല്ലെങ്കിൽ ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എസ് ഡയറക്ഷനിലായിരിക്കും. ഇപ്പോൾ VIX എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു V1 എന്ന് എഴുതാം, കാരണം ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്, പെർട്ടർബേഷൻ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ V1x എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു EY ഡിവൈഡഡ് ബൈ B0 എന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ φ1 ഡിവൈഡ് ബൈ B0. അതിനെ നമ്മൾ ഈ ലീനിയർ ടേമിലേക്ക് മാറ്റുകയാണെങ്കിൽ VI1x ഇസ് ഈക്വൽ ടു മൈനസ് IK എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്, വൈ ഡയറക്ഷനിലാണ്, φ1 ഡിവൈഡഡ് ബൈ B0. സോ VIX എന്ന് പറയുന്നത് KYക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലാണ് ചേഞ്ച് വരുന്നത്, എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നു വരുന്നതെങ്കിലും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് മീൻസ് എക്സ് കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡയറക്ഷൻ. കാരണം എക്സ് ഡയറക്ഷനിൽ എന്തല്ല, ചേഞ്ച് ഇല്ല. അപ്പോൾ എക്സ് ഡയറക്ഷനൊക്കെ ബെസ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈസ് നോട്ട് വേരിയിങ് ക്വാണ്ടിറ്റി. അപ്പോൾ VI1x ഇസ് ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഡോ എൻ ഡിവൈഡ് ബൈ ഡോട്ട് ടി പ്ലസ് ഡെൽ ഡോട്ട് NV ഇസ് ഈക്വൽ ടു 0. ഇതിൽ N1 എന്ന് പറയുന്നത് V0 എന്ന് പറയുന്നത് നമ്മൾ 0 ആക്കി എടുക്കുകയാണ്, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഡോ N1 ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് N0 പ്ലസ് N1 ഇൻറ്റു V1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ N1 എന്ന് പറഞ്ഞാൽ N0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇവിടെ N0 നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നില്ല, കാരണം വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത്, കാരണം എക്സ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, N ചേഞ്ച് വരുന്നുണ്ട്. മൈനസ് എസ് ഡയറക്ഷനിലാണ് എന്ത് ഡെൽറ്റ N0 ചേഞ്ച് വരുന്നത്. സോ നമ്മൾ എസ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, ആ ചേഞ്ച് നമുക്ക് കണ്ടെത്തണം. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. N1ഉം V1ഉം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് പോകാം, കാരണം രണ്ടും ബെട്ട ഓപ്പറേഷൻ ടൈമാണ്. അപ്പോൾ ഡോ N1 ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് വി എസ് ഡയറക്ഷനാണ് V1x ഡെൽറ്റ N0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മൈനസ് ഐ ഒമേഗ N1 പ്ലസ് VIX എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം മൈനസ് ഐ കെ വൈ 1 ഡിവൈഡഡ് ബൈ B0 ഇൻറ്റു ഡെൽറ്റ N0. അതായത് ഡെൽറ്റ N0 എന്ന് പറഞ്ഞാൽ ഡോ N0 ഡിവൈഡ് ബൈ ഡോ എക്സ് ആണ്. ദാറ്റ് ഈസ് N0 ഡാഷ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിന് നമുക്ക് ഒമേഗ ഡിവൈഡ് ബൈ കെ നമുക്ക് കാണണം. അതിനുവേണ്ടി ഒമേഗ ഡിവൈഡ് ബൈ കെ ഈക്വൽ ടു നമുക്ക് റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്, മൈനസ് 5 N0 ഡാഷ് ഡിവൈഡഡ് ബൈ B0 മൈനസ് 5 ഇൻറ്റു N0 ഡാഷ് ഡിവൈഡ് ബൈ B0 N1. ഇനി N1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു N0 e റൈസ് ടു 5 ഡിവൈഡ് ബൈ KB ഇൻറ്റു TE. ആ റിസൾട്ട് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5 N0 ഡാഷ് ഡിവൈഡ് ബൈ ഈ 5 N0 KB ഇൻറ്റു TE. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് KB TE N0 ഡാഷ് ഡിവൈഡ് ബൈ N0 ഡിവൈഡ് ബൈ ഇ ഇൻറ്റു B0. സോറി, B0 ഉണ്ട് കേട്ടോ, അത് നമ്മൾ എഴുതാൻ മറന്നു, B0. ഓക്കെ, ഇത്രയായിരിക്കും നമ്മളെ വെലോസിറ്റി എന്ന് പറയുന്നത്. ദിസ് വെലോസിറ്റി ഈസ് ദ ഇലക്ട്രോൺ ഡയാമാഗ്നറ്റിക് ഡ്രിഫ്റ്റ്. ഇലക്ട്രോൺ ഡയാമാഗ്നറ്റിക് ഡ്രിഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കേസ്, ഈ വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു VdE. സിമിലർലി അയണിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, KB ഇൻറ്റു TE ഡിവൈഡ് ബൈ ഇ ഇൻറ്റു B0 N0 ഡാഷ് ഡിവൈഡ് ബൈ N0. രണ്ടെന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ വെലോസിറ്റി എന്നുണ്ടാവുക. ഒന്ന് മൈനസ് വൈ ഡയറക്ഷനിലും ഒന്ന് പ്ലസ് വൈ ഡയറക്ഷനിലും. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ എന്ത് ചെയ്യുക, ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നത്. ഈ ഡ്രിഫ്റ്റ് മൂലമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റെബിലിറ്റി ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ എന്തുണ്ട്, ഫ്ലക്സിന് ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഡ്രിഫ്റ്റ് എങ്ങനെ വരുന്നത്, അൺസ്റ്റേബിൾ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ 5 എന്തുണ്ട്, ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് വരാനുള്ള കാരണം എന്താണ്, ഡെൻസിറ്റിയാണ്. ആ ഒരു ഫേസ് ഷിഫ്റ്റ് മൂലമാണ് ഇവിടെ പെട്ടാബ്രേഷൻ എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ആ പെട്ടാബ്രേഷനാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, അൺസ്റ്റെബിലിറ്റീസിലേക്ക് എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. അതായത് ഒരു എനർജി കിട്ടണമല്ലോ, ആ എനർജി കിട്ടുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ലാഗ് ചെയ്യുന്നത് പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യാനുള്ള കാരണം N1 ആണ്. ആ ലാഗ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് വെലോസിറ്റിയിൽ ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫേസ് ഷിഫ്റ്റ് കാരണം, അതായത് രണ്ട് വെലോസിറ്റി ആണല്ലോ, ആ ഫേസ് ഷിഫ്റ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, പെട്ടാബ്രേഷൻ ഉണ്ടാവുന്നതും. ഓക്കെ, ഇത്രയാണ് നമുക്ക് റെസിസ്റ്റീവ് ഡ്രിഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് വൈബൽ ഇൻസ്റ്റെബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ വൈബൽ ഇൻസ്റ്റെബിലിറ്റീസ്. ഓക്കെ, വൈബൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് ഇൻസ്റ്റെബിലിറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. കൈനറ്റിക് ഇൻസ്റ്റെബിലിറ്റിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ നമ്മൾ അനിസ്ട്രോപ്പി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഇൻസ്റ്റെബിലിറ്റി ഡ്രൈവ് ചെയ്യുന്നത് പറഞ്ഞാൽ പെട്ടാബ്രേഷൻ ഉണ്ടാവുന്നത്. ഇവിടെ അനിസ്ട്രോപ്പി ഓഫ്
അനിസ്ട്രോപ്പി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ അനിസ്ട്രോപ്പിയുടെ ചേഞ്ച് മൂലമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പെർട്ടാബ്രേഷൻ വരുന്നത്. അതായത് മാഗ്നറ്റിക് പെർട്ടാബ്രേഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അതിനാണ് നമ്മൾ അയൺ എന്ന് പറഞ്ഞത് ഇവിടെ ഫിക്സ് ചെയ്യാണ്. അയൺ ഫിക്സ് ചെയ്തു. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് ചോദിച്ചാൽ വൈ ഡയറക്ഷനിൽ മാത്രമാണ്. വൈ ഡയറക്ഷനിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ എക്സിൻ്റെയും സെഡിനെയും അപേക്ഷിച്ച് എന്താണ് ഇത് മൂവ് എക്സ് ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും എന്ത് ചെയ്യുന്നില്ല, വെലോസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അതായത് ആസ് കമ്പയർഡ് ടു ദിസ് വൺ വൈ ഡയറക്ഷൻ അപേക്ഷിച്ച് ഇവിടെ വൈ ഡയറക്ഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ വൈ ഡയറക്ഷനിൽ ഫിക്സ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ഫ്ലോ അപ്പും ഫ്ലോ ഡൗൺ ആയിരിക്കും ഉണ്ടാവുക, ഇലക്ട്രോൺ ഉണ്ടാവുക. അത് നമുക്ക് ഒരു പിക്ചറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ ഇത് ഇലക്ട്രോണാണ്. ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ എന്നാണ് ഒന്ന് ഈ ഡയറക്ഷനും ഒന്ന് ഈ ഡയറക്ഷനിലും. ഈ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, അതായത് ഈക്വലായിട്ട് അപ്പും ഡൗണും വരുന്നു. അപ്പോൾ ഈക്വൽ അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവില്ല, ഇത് ഈ മാഗ്നിറ്റ്യൂഡിനെ ഈ മാഗ്നിറ്റ്യൂഡ് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. സോ ദർ ഇസ് നോ നെറ്റ് കറണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ഇതിലേക്കാണ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഡയറക്ഷനാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സെഡ് കോസ് കെ എക്സ് എലോങ് ദ സെഡ് ഡയറക്ഷൻ. അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് നമ്മൾ ലോറൻസ് ഫോഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇലക്ട്രോണിൻ്റെ കേസാണ്. അപ്പോൾ മൈനസ് ഇ ഇൻറ്റു വി ക്രോസ് ബി എന്നുള്ള ഡ്രിഫ്റ്റ്. ഈ ഒരു ലോറൻസ് ഫോഴ്സ് മൂലം ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ ട്രാജക്ടറി ഈ അപ്പും ഡൗണും എന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രീതിയിലായിരിക്കും ചേഞ്ച് വരാം, നെഗറ്റീവ്. അപ്പോൾ ചേഞ്ച് വരുന്നത് ഈ ഡയറക്ഷനിലേക്ക്. അതായത് ഇനീഷ്യലി ഇതായിരുന്നു, ബട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ ലോറൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. ആ ലോറൻസ് ഫോഴ്സ് മൂലം ഇവിടെ എന്ത് ചെയ്തു, ഇലക്ട്രോണിൻ്റെ ട്രാജക്ടറിയിൽ ചേഞ്ച് വന്നു. സോ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ ഈക്വൽ ടു മൈനസ് ഇ N0 VE എന്നതായിരിക്കും അവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെലോസിറ്റിയിൽ ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഈ കറണ്ട് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഈ എനർജി മൂലമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ ഡയറക്ഷനിൽ മാത്രമാണ് എന്തുള്ളത് വെലോസിറ്റി ഉണ്ടാവുക. ദാറ്റ് ഈസ് എ തെർമൽ വെലോസിറ്റി ആയിരിക്കും. Vx എന്ന് പറഞ്ഞതും VZ എന്ന് പറഞ്ഞതും ആ സമയത്ത് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഗാമ സീക്വൽ ടു ഒമേഗ പി വി ടി എച്ച് ഡിവൈഡ് ബൈ സി ആയിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് 4 ഇൻസ്റ്റെബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആംബി പോളാർ ഡിഫ്യൂഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു എന്താണെന്ന്. അതായത് പ്ലാസ്മ പാർട്ടിക്കിൾ ഫ്ലോ ചെയ്യാണ് ഫ്രം റീജിയൺ ഓഫ് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതായത് ഡെൻസിറ്റി വളരെ കൂടുതലുള്ളൊരു സ്ഥലത്ത് നിന്ന് ഡെൻസിറ്റി കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് പ്ലാസ്മ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. സാധാരണ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെയും അയണിൻ്റെയും കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അയണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇത്ര സമയം കൊണ്ട് ഇത്ര പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അത് ഇലക്ട്രോണിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അയൺ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും രണ്ടായിരിക്കും, അതായത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെയും അയണിൻ്റെയും ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു സ്പേസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം അയണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അയണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ഡിഫ്യൂഷൻ റേറ്റ് വളരെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ സ്പേസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ എഫക്റ്റ് സ്പേസ് ചാർജിൻ്റെ എഫക്റ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്പേസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു ഫ്രീ ഡിഫ്യൂഷൻ ആയിരിക്കും. ഫ്രീ ഡിഫ്യൂഷൻ എന്നാണ് പറയുക. അതായത് രണ്ടിൻ്റെയും സ്പേസ് ചാർജ് നമ്മളിവിടെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ
ദാറ്റ് ഈസ് കോൾഡ് എ ഫ്രീ ഡിഫ്യൂഷൻ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അപ്പോൾ ഡിഫ്യൂഷൻ അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് സ്പേസ് ചാർജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം അവിടെ എന്താണ് പ്രഷർ ഗ്രേഡിയൻ്റ് മൂലമായിരിക്കും എന്തുണ്ടാവുക ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുക. പ്രഷർ ഗ്രേഡിയൻ്റ് മൂലം, അതായത് അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിഫറൻസും അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ ഡിഫറൻസ് മൂലമല്ല, പ്രഷർ ഗ്രേഡിയൻ്റ് ഡിഫറൻസ് മൂലമായിരിക്കും അവിടെ നിന്നുണ്ടാവുക എന്ത് സംഭവിക്കുക ഈ ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുക. ഇനി നമ്മൾ ഫ്രീ ഡിഫ്യൂഷൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഫ്രീ ഡിഫ്യൂഷൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇ, ഇലക്ട്രോണാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, എം ഇ എൻ ഇ ഡോ യു ഇ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് യു ഇ ഡെൽ യു ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇതിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാർജ് ഉണ്ടാവില്ല, പകരം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ 0 ആക്കി എടുക്കുകയാണ്. കാരണം ഒരു തരത്തിലുള്ള ഇതും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ടെമ്പറേച്ചർ പ്രഷർ ഉണ്ടാവും, ദാറ്റ് ഈസ് ഗ്രാഡ് പി ഇ. മാത്രമല്ല കൊളീഷൻ സംഭവിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് എം ഇ എൻ ഇ ന്യൂ ഇൻറ്റു വി ഇ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, അതായത് 1/τ മാസ് ഓഫ് ദി ഇലക്ട്രോൺ, മാസ് ഓഫ് ദ ഡെൻസിറ്റി, വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ, ഫ്രീക്വൻസി ഓഫ് ദ കൊളീഷൻ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മളൊരു സ്റ്റഡി സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്നെടുക്കുകയാണ്. മാത്രമല്ല ഈ ടേം നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് 0 ഈക്വൽ ടു മൈനസ് ഗ്രാഡ് പി ഇ മൈനസ് എം ഇ എൻ ഇ ന്യൂ വി ഇ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇപ്പോൾ ഗ്രാൻഡ് പി ഇ ഈക്വൽ ടു എം ഇ എൻ ഇ ന്യൂ വി ഇ. ഗ്രാഡ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാഡ് പി ഇ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇവിടെ വി ഇ യു ഇ കൊടുക്കട്ടോ, കാരണം എല്ലാത്തിനും നമ്മൾ യു ഇ അല്ലേ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ യു ഇ എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കുക. ഓക്കെ, യു ഇ ഗ്രാഡ് പി എന്ന് പറഞ്ഞാൽ കെ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഇൻറ്റു ഗ്രാഡ് എൻ ഇ സീക്വൽ ടു മൈനസ് ഉണ്ടാവും, മൈനസ് എം ഇ എൻ ഇ ന്യൂ യു ഇ. ഫ്രം ദിസ് യു ഇ സീക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി ഇ ഡിവൈഡഡ് ബൈ എം ഇ ന്യൂ ഗ്രാഡ് എൻ ഇ ഡിവൈഡഡ് ബൈ എൻ ഇ. that is equal to minus dE grad NE divided by NE. This D is that is equal to KB TE divided by ME nu. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രീ ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ്റ് എന്നാണ് പറയുക. ഫ്രീ ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ്റ്, കാരണം ഫ്രീ ഡിഫ്യൂഷൻ്റെ കേസിലുള്ള ആണ്. അപ്പോൾ ഫ്രീ ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ്റ് എന്നാണ് പറയുക. ഡി ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, ഇനി ഇതിൻ്റെ കേസിലുള്ള ഫ്ലക്സ് നമുക്ക് കാണണം. ഫ്ലക്സ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈസ് ഈക്വൽ ടു, ഇലക്ട്രോണിൻ്റെ കേസിലാണെങ്കിൽ എൻ ഇ ഇൻറ്റു യു ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇ ഇൻറ്റു യു ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് മൈനസ് ഡി ഇ ഗ്രാഡ് എൻ ഇ ഡിവൈഡ് ബൈ എൻ ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഇ ഗ്രാഡ് എൻ ഇ. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഇ ഫൈ ഡെൽറ്റ എൻ ഇ എന്നാണ്. ഇപ്പോൾ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് ഫ്രം ദിസ് ഇക്വേഷൻ, ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, ഇനി നമ്മൾ അയണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അയണിൻ്റെ മാസ് എന്ന് പറഞ്ഞത് എന്തിനെ ബേസ്ഡ്, ഇലക്ട്രോണിൻ്റെ മാസ് ബേസ്ഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് അവിടെ ഡിഫറൻ്റ് ആണ്. അതായത് ഫ്രീ ഡിഫ്യൂഷൻ എന്നുള്ള കേസിൽ നമ്മൾ മാസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ആ മാസ് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ അയണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അയണിൻ്റെ മാസ് വളരെ കൂടുതലാണ്, ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് അയൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ആരെ ബേസ്ഡ്, ഇലക്ട്രോണിനെ ബേസ്ഡ്. ഓക്കെ, സോ അവിടെ എന്തുണ്ടാവും, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഡിഫ്യൂഷൻ റേറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പേസ് ചാർജ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് സ്പേസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോണിനെയും അയണിനെയും നമുക്കൊരു കമ്പൈൻ ചെയ്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു കമ്പൈൻ ചെയ്ത്, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഈ അയണിനെയും ഇലക്ട്രോണിനെയും ഒരുമിച്ച് നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് കമ്പൈൻഡ് ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് അയൺ ഫോഴ്സ്ഡ് ബൈ ദ സ്പേസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഈസ് നോൺ ആസ് ആംബിപോളാർ. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലം. കഴിഞ്ഞതാണോ അതിന് മുമ്പത്താണോ തവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ആംബിപോളാർ ഡിഫ്യൂഷൻ? അപ്പോൾ ആംബിപോളാർ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു കമ്പൈൻഡ് ഡിഫ്യൂഷനാണ്. കാരണം രണ്ടിൻ്റെയും റേറ്റ് വ്യത്യാസമുണ്ട്, പക്ഷെ അവിടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഡിഫ്യൂഷൻ ചെയ്യാൻ പറ്റും. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് അയണിൻ്റെ കേസിലും ഇലക്ട്രോണിൻ്റെ കേസിലും ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസിഡറേഷൻ വെച്ച് ഡിഫ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആംബിപോളാർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആംബിപോളാർ ഡിഫ്യൂഷൻ്റെ കേസിലുള്ള കോഎഫിഷ്യൻ്റാണ് കാണേണ്ടത്. അതിനാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് ഈക്വൽ ടു, ജനറൽ ആയിട്ടുള്ള ഇക്വേഷനാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് mj ഡോ യു ജെ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് uj del uj that is equal to qj nj e minus grad pj minus mj nj nu uj if j is equal to I for iron, E for electron. സ്റ്റഡി സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സ്റ്റഡി സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡോ ഡിവൈഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. അതുപോലെ ഈ ടേം നമ്മൾ ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞത് ഈ രീതിയിൽ കിട്ടും. ദാറ്റ് ഈസ് 0 ഈക്വൽ ടു qj nj e മൈനസ് ഗ്രാഡ് ബി, ദാറ്റ് ഈസ് kb ഇൻറ്റു ടി ജെ ഡെൽറ്റ nj മൈനസ് mj nj ന്യൂ uj എന്നെഴുതാം. ഫ്രം ദിസ് വൺ uj is equal to qj divided by mj ന്യൂ ഇൻറ്റു ഇ മൈനസ് kb ഇൻറ്റു ടി ജെ ഡെൽറ്റ nj ഡിവൈഡ് ബൈ mj ന്യൂ ഡിവൈഡ് ബൈ nj. ഫ്രം ദിസ് ഇക്വേഷൻ uj നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു qj divided by mj nu, that is equal to mobility mu j into e minus this is dj delta nj divided by nj. ഇപ്പോൾ uj is equal to this one. ഇതിൽ mu j എന്ന് പറഞ്ഞാൽ മൊബിലിറ്റിയാണ് കാണിക്കുന്നത്. മൊബിലിറ്റി ഇപ്പോൾ പോസിറ്റീവ് നമ്മൾ എടുക്കും ഫോർ അയോൺ, നെഗറ്റീവ് എടുക്കും ഫോർ ഇലക്ട്രോൺ. dj എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ് പറയാം. ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ്, ഫ്രീ ഡിഫ്യൂഷൻ അല്ല, വെറും ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ്. ഓക്കെ, ഇപ്പോൾ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ് dj എന്ന് പറയുന്നത്. ഇനി dj ഡിവൈഡ് ബൈ മ്യൂജിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്താം. dj is equal to this one, mu j is equal to this one. അങ്ങനെയാണെങ്കിൽ kb tj ഡിവൈഡ് ബൈ qj എന്ന് നമുക്ക് എഴുതാം. mu j എന്ന് പറഞ്ഞാൽ ഇതാണ്, dj എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ mj ന്യൂ ക്യാൻസൽ ചെയ്ത് പോയി kb ഇൻറ്റു ടി ജെ ഡിവൈഡ് ബൈ qj എന്ന് വരും. ഇനി പാർട്ടിക്കിൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 5j ഈക്വൽ ടു nj uj എന്നതാണ്. വേറെ uj ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് മ്യൂ ജെ എൻ ജെ ഇ മൈനസ് ഡി ജെ ഡെൽറ്റ എൻ ജെ എന്ന് വരും എന്ത് പാർട്ടിക്കിൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആംബിപോളാറിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണ്. ആംബിപോളാർ എന്ന് പറയുമ്പോൾ എന്താണ്? 5i ഡിവൈഡ് ഈക്വൽ ടു 5j. ഇലക്ട്രോണിൻ്റെയും അയണിൻ്റെയും കേസ് എന്താണ്? ഈക്വലാണ് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ആ റിസൾട്ട് വെച്ച് നമ്മൾ ചെയ്യുകയാണ്. മാത്രമല്ല നമ്മൾ പ്ലാസ്മ അപ്രോക്സിമേഷൻ കൂടി നമ്മൾ ചെയ്യുകയാണ്. ni is equal to ne, that is equal to ne. അപ്പോൾ അയണിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ് മൈനസ് n മ്യൂ ഇ മൈനസ് ഇലക്ട്രോണിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 5e ഇൻറ്റു 5i ഫസ്റ്റ് ഇലക്ട്രോൺ ഡി ഇ ഡെൽറ്റ എൻ ഇ സീക്വൽ ടു n ഇൻറ്റു
എൻ ഇൻറ്റു മ്യൂ ഐ ഇ മൈനസ് ഡി ഐ ഗ്രാഡ് ഇൻ്റെ ആവശ്യമില്ല, ഗ്രാഡ് എൻ. ഫ്രം ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, രണ്ടിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, രണ്ടും ഒരുമിച്ച് ചെയ്യുക. അതിന് നമുക്ക് ഡി ഐ മൈനസ് ഡി ഇ ഡിവൈഡഡ് ബൈ മ്യൂ ഐ പ്ലസ് മ്യൂ ഇ ഗ്രാഡ് എൻ ഡിവൈഡ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അവിടെ ഡിഫ്യൂഷൻ ചാർജ് മൂലമുണ്ട്, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ്റെ രണ്ട് റേറ്റ് മൂലമുണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് കോൾഡ് ആംബി പോളാർ ഡിഫ്യൂഷൻ, ആംബി പോളാർ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. ആംബി പോളാർ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ആംബി പോളാർ ഇലക്ട്രിക് ഫീൽഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു മ്യൂ ഐ ഇ മൈനസ് ഇലക്ട്രോൺ അയൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡി ഐ ഗ്രാഡ് എൻ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മ്യൂ ഐ എൻ ഇവിടെ എൻ ഉണ്ട്, എൻ ക്യാൻസൽ ചെയ്ത് പോയി. ഡി ഐ മൈനസ് ഡി ഇ ഡിവൈഡ് ബൈ മ്യൂ ഐ പ്ലസ് മ്യൂ ഇ ഗ്രാഡ് എൻ മൈനസ് ഡി ഐ ഗ്രാഡ് എൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡി ഐ ഗ്രാഡ് എൻ ഉണ്ട്, ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ദാറ്റ് ഈസ് മൈനസ് മ്യൂ ഐ ഡി ഇ പ്ലസ് മ്യൂ ഇ ഡി ഐ ഡിവൈഡഡ് ബൈ മ്യൂ ഐ പ്ലസ് മ്യൂ ഇ ഇൻറ്റു ഗ്രാഡ് എൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എ ഗ്രാഡ് എൻ മൈനസ് ഡി എ ഗ്രാഡ് എൻ, വെർ ഡി എ is equal to മ്യൂ ഇ ഡി ഐ മൈനസ് മ്യൂ ഐ ഡി ഇ ഡിവൈഡ് ബൈ മ്യൂ ഐ പ്ലസ് മ്യൂ ഇ. ദിസ് ഈസ് കോൾഡ് ആംബി പോളാർ ഡിഫ്യൂഷൻ. ആംബി പോളാർ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, ആംബി പോളാർ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഇതിന് പറയുക. ദാറ്റ് ഈസ് മ്യൂ ഇ ഡി ഐ മൈനസ് മ്യൂ ഇ ഡി ഐ ഡിവൈഡ് ബൈ മ്യൂ ഐ പ്ലസ് മ്യൂ ഇ. ഒക്കെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇവിടെ മൈനസാണ് വരിക കേട്ടോ, ഇവിടെ മൈനസാണ് വരിക, അപ്പോൾ ഇവിടെ പ്ലസ് വരും. ഓക്കെ, അപ്പോൾ പ്ലസ് എന്ന് വരുന്നു. അപ്പോൾ മ്യൂ ഇ ഡി ഐ പ്ലസ് മ്യൂ ഐ ഡി ഇ ഡിവൈഡഡ് ബൈ മ്യൂ ഐ പ്ലസ് മ്യൂ ഇ. ദിസ് ഈസ് കോൾഡ് ആംബി പോളാർ ഡിഫ്യൂഷൻ. ഓക്കെ, ഇനി മ്യൂ ഐ എന്ന് പറഞ്ഞത് ഇസ് ഈസ് വെരി വെരി സ്ലോ ആസ് കമ്പയർഡ് ടു ഇലക്ട്രോൺ. അതിനാണെങ്കിൽ ഡി എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഐ പ്ലസ് മ്യൂ ഐ ഡിവൈഡ് ബൈ മ്യൂ ഇ ഇൻറ്റു ഡി ഇ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊബിലിറ്റി എന്തുമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസാണ്. മൊബിലിറ്റി ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൊബിലിറ്റി എന്ന് പറഞ്ഞത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, 1/t. 1/tന് പ്രൊപ്പോർഷനാണ്. സോ ഡി ഐ ഇൻറ്റു, ഓക്കെ ഇവിടെ ഇങ്ങനെ ചെയ്യാം, ഡി ഐ ഇൻറ്റു 1 പ്ലസ് മ്യൂ ഐ ഡിവൈഡ് ബൈ മ്യൂ ഇ ഡി ഇ ഡിവൈഡ് ബൈ ഡി ഐ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ മ്യൂ ഡിവൈഡ് ഡി ഡിവൈഡ് ബൈ മ്യൂ എന്തായിരുന്നു നമ്മൾ ചെയ്ത റിസൾട്ട് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് കെ ബി ഇൻറ്റു ടി ജെ ഡിവൈഡഡ് ബൈ ക്യൂ ജെ എന്നുള്ള റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ മാത്രം ക്യാൻസൽ ചെയ്യാതെ പോകും. സോ ഡി ഐ ഇൻറ്റു 1 പ്ലസ് ഡി ഇ ഡിവൈഡഡ് ബൈ ടി ഐ. ഇനി ഈഫ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ഈക്വൽ, അതിനാണെങ്കിൽ ആംബി പോളാർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് 2DIക്ക് ഈക്വൽ ആയിരിക്കും. അതായത് അയൻ്റെ ഡിഫ്യൂഷന് ഡബിളിന് അതായത് മൾട്ടിപ്പിൾ ഓഫ് 2 എന്നതിന് ഈക്വൽ ആയിരിക്കും എന്ത്, ആംബി പോളാർ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്കാണ് പോകുന്നത്, 4ാമത്തെ മൊഡ്യൂള് അടുത്ത വീഡിയോയിൽ